ഇതിൽ ബ്രാഞ്ചുകൾ ചേഞ്ച് ചെയ്യുന്ന സ്റ്റെപ്പുകളാണ്. നമ്മുടെ സൂപ്പർ അഡ്മിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചിട്ട് കയറാം. ഫസ്റ്റിൽ മെയിൻ ബ്രാഞ്ചിലേക്കാണ് എത്താം. അതായത് ലാസ്റ്റ് ഓപ്പൺ ചെയ്ത ബ്രാഞ്ച് ഏതാണോ അതിലേക്കാണ് സൂപ്പർ അഡ്മിൻ്റെ യൂസർ നെയിം പാസ്വേഡ് വെച്ച് കയറുമ്പോൾ ഇവിടെയാണ് ബ്രാഞ്ചുകൾ കാണുക. ഇത് സൂപ്പർ അഡ്മിൻ്റെ യൂസർ നെയിം പാസ്വേഡ് വെച്ച് കയറിയാൽ മാത്രമേ ഇവിടെ ഇങ്ങനെ ബ്രാഞ്ചസ് എന്നുള്ള ഇതും ഇങ്ങനത്തെ ഒരു ലിസ്റ്റും വരുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള ബ്രാഞ്ചുകൾക്കൊക്കെ സെപ്പറേറ്റ് അഡ്മിന്മാരെ ആ ബ്രാഞ്ചിൻ്റെ ഫുൾ ആക്സസ് ഉള്ള ബ്രാഞ്ച് അഡ്മിനെ ക്രിയേറ്റ് ചെയ്യാം. അത് സൂപ്പർ അഡ്മിനാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ബ്രാഞ്ച് ലിങ്കുകളൊക്കെ ഒന്ന് തന്നെയാണ്. നമ്മൾ സെയിൻ ഡോട്ട് സർവീസ് ഇങ്ങനെ ലിങ്ക് ഒന്ന് തന്നെ ആയിരിക്കും എല്ലാവർക്കും. അവർ യൂസർനെയിം പാസ്വേഡ് അടിച്ചാൽ അവർ ഏത് ബ്രാഞ്ചിൽ ആണോ അവർ ഉള്ളത് ആ ബ്രാഞ്ചിലേക്ക് മാത്രമേ അവർക്ക് കയറുള്ളൂ. സൂപ്പർ അഡ്മിന് മാത്രമാണ് എല്ലാ ബ്രാഞ്ചിലേക്കും കയറാൻ പറ്റുക. അപ്പോൾ മെയിൻ ബ്രാഞ്ചിൽ കയറി ഇവിടെ HR മാനേജ്മെൻറ്റിൽ പോയിട്ട് ഇവിടെ യൂസർ മാനേജ്മെൻറ്റിൽ പിന്നെ ബ്രാഞ്ചുകൾ സ്റ്റാഫിനെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ റോള് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ബ്രാഞ്ചിൻ്റെ മൊത്തം അഡ്മിൻ ആക്സസ് ഉള്ള അഡ്മിന് മറ്റ് സ്റ്റാഫുകളൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അവർക്ക് യൂസർ നെയിം പാസ്വേഡ് അവർക്ക് കൈമാറാം. പിന്നൊരു സൂപ്പർ അഡ്മിൻ അടുത്ത ബ്രാഞ്ചിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ലിസ്റ്റിൽ നിന്ന് ബ്രാഞ്ച് 1 ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് ലോഗ് ഔട്ട് ആവും. അതേ യൂസർ നെയിം പാസ്വേഡ് തന്നെ വെച്ചിട്ട് സൂപ്പർ അഡ്മിന് ഒറ്റ യൂസർ നെയിം പാസ്വേഡാണ് ഉള്ളത് എല്ലാ ബ്രാഞ്ചിനും. അതേ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് കൂടി ലോഗിൻ ചെയ്താൽ പുതിയ ബ്രാഞ്ചിലേക്കാണ് കയറുക. അങ്ങനെ അവിടെയും ആ ബ്രാഞ്ചിക്ക് ആവശ്യമുള്ള സ്റ്റാഫുകളെയും അഡ്മിനും ആരൊക്കെയാണ് വേണ്ടത് അവർ ക്രിയേറ്റ് ചെയ്യുക. അവർക്ക് യൂസർ നെയിം പാസ്വേഡ് കൊടുക്കാം. തൊട്ടടുത്ത ബ്രാഞ്ചിലേക്ക് കയറണമെങ്കിൽ അടുത്ത ബ്രാഞ്ചിൽ ക്ലിക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക് ലോഗ് ഔട്ട് ആകും. സെയിം യൂസർ നെയിം പാസ്വേഡും കൊടുക്കുക, ലോഗിൻ ചെയ്യാം. അപ്പോൾ അടുത്ത ബ്രാഞ്ചിലെത്തി അവിടേക്ക് ആവശ്യമുള്ള സ്റ്റാഫിനെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവർക്കുള്ള യൂസർ നെയിം പാസ്വേഡും കൊടുക്കാം. അങ്ങനെ സൂപ്പർ അഡ്മിന് ഒറ്റ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് തന്നെ ഓരോ ബ്രാഞ്ചിലേക്കും മാറി മാറി സ്വിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ.